നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ, മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പഴത്തെക്കുറിച്ചാണ്. ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പഴം ഒരു നേരത്തെ ആഹാരമായിട്ട് വരെ നമുക്ക് ഉപയോഗിക്കാം. ഈന്തപ്പഴം അഥവാ കാരക്ക. ഈന്തപ്പഴത്തിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു? പതിവായി 2 ഈന്തപ്പഴം ദിവസവും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം? എങ്ങനെ കഴിക്കണം? എപ്പോൾ കഴിക്കണം? എത്ര അളവിൽ കഴിക്കണം? ആരൊക്കെ നിർബന്ധമായും കഴിക്കണം? ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല? അല്ലെങ്കിൽ അമിതമായി കഴിച്ചാൽ ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെയും കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടുവാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈന്തപ്പഴത്തിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. ഈന്തപ്പഴത്തിൽ ധാരാളമായിട്ട് ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ധാരാളം വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, അതുപോലെ വൈറ്റമിൻ ഡി, ഇവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സസ് എന്ന് പറഞ്ഞാൽ B1, B2, B3, B6, B9, B12 ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട്. മിനറൽസിൽ അയൺ, കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡൻസ്, സിങ്ക്, സെലീനിയം, പ്രകൃതിദത്ത പഞ്ചസാരകൾ, നാച്ചുറൽ ഷുഗേഴ്സ് ആയ ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് ഇവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി പതിവായി ദിവസവും 2 ഈന്തപ്പഴം വീതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ മുഖത്തിനും ഒക്കെ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഊർജം ലഭിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ശക്തി കൂടുതൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നാച്ചുറൽ ഷുഗേഴ്സ് ആയ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നതായിട്ട്. അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നിന്ന് ക്ഷീണം അനുഭവിക്കുന്നവർക്കൊക്കെ ഈന്തപ്പഴം വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ് ആണ് അതിന് കാരണം. നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയാൻ സഹായിക്കുന്നു. ഒരുപാട് ആളുകൾ കോൺസ്റ്റിപ്പേഷനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അത് മലബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് ഈന്തപ്പഴം. കുടലിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും ഈന്തപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ ഫൈബേഴ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുന്നു, വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അമിത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീല് തരാനായിട്ടൊക്കെ ഈന്തപ്പഴത്തിന് കഴിയും. അപ്പോൾ നമ്മൾ വിശക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വരെ ഇത് കഴിക്കാവുന്നതാണ്. നാലാമതായി രക്തക്കുറവ് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം. ഇതിൽ ധാരാളമായിട്ട് കോപ്പറും അയണും അടങ്ങിയിട്ടുള്ളതിനാൽ ഹിമോഗ്ലോബിന്റെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് വിളർച്ചയുള്ളവർക്കും അതല്ലെങ്കിൽ അനീമിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈന്തപ്പഴം. അതുകൊണ്ട് ഇത് സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും മെൻസ്ട്രേഷൻ സമയത്തുണ്ടാകുന്ന ബ്ലഡ് ലോസിലും ഒക്കെ ക്ഷീണിച്ചവർക്കുമൊക്കെ ഈന്തപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ അസ്ഥികളുടെയും ആരോഗ്യത്തിന്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈന്തപ്പഴം. ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം ഈ ഘടകങ്ങളാണ് നമ്മുടെ അസ്ഥികളുടെയും അതുപോലെ പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. അവർക്ക് ശക്തി കൊടുക്കാനായിട്ട്, കൂടുതൽ ശക്തി കിട്ടുവാനായിട്ടും സഹായിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും സിങ്ക്, സെലീനിയം മുതലായവ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ഈന്തപ്പഴം സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന സിങ്കും സെലീനിയമാണ് അതിനെ സഹായിക്കുന്നത്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, അതുപോലെ ഏകാഗ്രത കൂട്ടിയെടുക്കാനും ഒക്കെ ഈന്തപ്പഴത്തിന് ഉള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഈന്തപ്പഴം കൊടുക്കുന്നത് ശീലമാക്കുക.
കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങൾ തന്നെ അവരുടെ ഓർമ്മശക്തിയെ കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഒബ്സർവേഷൻ പവറിനെയും കോൺസെൻട്രേഷൻ പവറിനെയൊക്കെ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നിവ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ആരോഗ്യവും തിളക്കവും നൽകാൻ സഹായിക്കുന്നു. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് സഹായിക്കുന്നു. വൈറ്റമിൻ സി നമ്മുടെ ചർമ്മം തിളങ്ങുന്നതിൽ പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന വൈറ്റമിൻസുകളൊക്കെയാണ് വൈറ്റമിൻ സി ഒക്കെ. ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിലൊരു യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈന്തപ്പഴം. അതുപോലെ മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിച്ചിൽ തടയുക, ഇതിനും സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം. ഈന്തപ്പഴം എങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതെന്ന് നോക്കാം. ഈന്തപ്പഴം പല രീതിയിലും കഴിക്കാം. നേരിട്ട് പഴമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലോ പാലിലോ കുതിർത്ത് രാവിലെ കഴിക്കാം, അല്ലെങ്കിൽ ബദാം, വാൾനട്ട് തുടങ്ങിയ നട്ട്സുകളോടൊപ്പം ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ സ്മൂത്തിയിലോ ഷേക്കിലോ ഓട്സിലോ അല്ലെങ്കിൽ സലാഡിലോ ഒക്കെ ചേർത്ത് കഴിക്കാം. പഞ്ചസാരയ്ക്ക് പകരം പ്രകൃതിദത്ത മധുരമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ കഴിക്കാവുന്നതാണ്. എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണം കിട്ടുന്നത് എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ നല്ലത് രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ്. അപ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് ഊർജം കിട്ടുന്നതായിട്ട് തോന്നും. നല്ല ഊർജ്ജസ്വലമായിട്ട് അല്ലെങ്കിൽ ഉന്മേഷവാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വ്യായാമത്തിന് മുൻപ് അരമണിക്കൂർ മുൻപ് കഴിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊർജം ലഭിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ വ്യായാമത്തിന് മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ വ്യായാമത്തിന് ശേഷവും ഉപയോഗിക്കാം. നമുക്ക് ഉണ്ടാകുന്ന എനർജി ലോസ് നികത്താനായിട്ടും അത് ഉപകരിക്കും. വൈകുന്നേരത്തെ ലഘുഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എത്ര അളവിൽ കഴിക്കാം എന്ന് നോക്കാം. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് 3 മുതൽ 5 ഈന്തപ്പഴം വരെ കഴിക്കാം. കുട്ടികൾക്ക് 2 ഈന്തപ്പഴം കൊടുക്കാം. അതുപോലെ വയസ്സായവർക്ക് അല്ലെങ്കിൽ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒക്കെ 3 മാക്സിമം 3 ഈന്തപ്പഴം വരെ കഴിക്കാവുന്നതാണ്. അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഏതൊരു നല്ല ഭക്ഷണം പോലെ തന്നെ അമിതമായിട്ട് കഴിച്ചാൽ ഈന്തപ്പഴവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നാമതായിട്ട് ശരീരഭാരം വർദ്ധിക്കും. ഇതിൽ ധാരാളം കലോറി ഉള്ളതിനാൽ അമിതമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം വർദ്ധിക്കും. അതുപോലെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. 1 2 അല്ലെങ്കിൽ മാക്സിമം 3 ഈന്തപ്പഴം മാത്രമേ പ്രമേഹ രോഗികൾ കഴിക്കാമുള്ളൂ. അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദഹന പ്രശ്നമുള്ളവര്, എന്ത് കഴിച്ചാലും ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇത് അധികം കഴിക്കാൻ പാടില്ല. കാരണം വയറുവീർപ്പോ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമോ വയറിളക്കമോ അല്ലെങ്കിൽ വയറുവേദനയോ ഉണ്ടാകാം. അതുപോലെ പല്ലുകളുടെ ആരോഗ്യത്തിന് അമിതമായിട്ട് കഴിച്ചാൽ എന്ന് വെച്ചാൽ മധുരമുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചതിന് ശേഷം വായ് വൃത്തിയായി കഴുകിയില്ലെങ്കിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് അത് ദോഷമാകും. അതുകൊണ്ട് ഈന്തപ്പഴം കഴിച്ചു കഴിയുമ്പോൾ വായ് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആരൊക്കെയാണ് നിർബന്ധമായും കഴിക്കേണ്ടവർ എന്ന് വെച്ചാൽ കുട്ടികൾ, അതുപോലെ വിദ്യാർത്ഥികൾ, കഠിനാധ്വാനം ചെയ്യുന്നവർ, കായിക അഭ്യാസം കൂടുതലായിട്ട് ചെയ്യുന്നവർ, മുതിർന്നവർക്ക്, പ്രായാധിക്യം ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾ, അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർ, കൂടുതൽ ദഹിക്കാൻ പ്രയാസമായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരും ദഹന പ്രശ്നമുള്ളവരും, അതുപോലെ വൃക്കരോഗമുള്ളവർ, കിഡ്നിക്കൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ മിതമായ അളവിലേ കഴിക്കാവൂ എന്ന നിയന്ത്രണം ഉള്ളവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈന്തപ്പഴം.
ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന സ്ത്രീകളുടെ ഹോർമോൺ ഇംബാലൻസിന് ഈന്തപ്പഴം വളരെ സഹായകമാണ്. അതിൽ പുരുഷന്മാരിൽ പ്രത്യുൽപാദന ശക്തി കൂട്ടാനും ഈന്തപ്പഴം സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈന്തപ്പഴത്തെക്കുറിച്ച് ഉള്ള അവരുടെ ആരോഗ്യ ഗുണങ്ങൾ. എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഈന്തപ്പഴത്തെക്കുറിച്ചുള്ള അറിവ് നേരത്തേക്കാൾ കൂടുതലായി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.